ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരൊന്ന് പറഞ്ഞ്. പേര് ദേവസ്യ ആന്റണി. സ്ഥലം നമ്മുടെ ഇവിടെ സ്ഥലം പെരിങ്കാല. പെരിങ്കാല എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ വാർഡ് പഞ്ചായത്തിൽ 14-ാം വാർഡ്. 14-ാം വാർഡ്. ഇവിടെ നമുക്ക് എന്തായാലും ചെടിയുണ്ട്. എനിക്ക് 1000 ചെടി കാണും. അത്ര ഉണ്ട്. അതെ. ഈ വർഷം നല്ല വിളവാണല്ലോ ഈ സമയത്ത്. സമയത്ത് ഒന്നാമത് കാലാവസ്ഥ അനുകൂലമായി കിട്ടി. പിന്നെ നമ്മൾ ചെയ്യുന്ന വളത്തിൻ്റെയും കാര്യങ്ങളുടെയാണ് വിളവ്. ഇതിപ്പം നമുക്കിപ്പം എല്ലാം തന്നെ ഇത് കണിപ്പറമ്പനാണോ? കണിപ്പറമ്പിനുണ്ട്, ഞെള്ളാനിയുണ്ട്. ഉണ്ട്. കൂടുതലും കണിപ്പറമ്പനാണ്. ഇത് നമ്മൾ വേനലിൽ വെള്ളമൊക്കെ അടിച്ചു കൊടുക്കാനുള്ള സൗകര്യം. വേനലിനൊക്കെ വെള്ളം അടിച്ചു കൊടുക്കാൻ പുറയിട്ട് കഴിഞ്ഞ് മുകളിൽ ടാങ്കുണ്ട്. ആ ടാങ്കിൽ നിന്ന് വെള്ളം അടിച്ച് നനയ്ക്കും. ആഴ്ചയിൽ ഒരു നന. ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ എത്ര മഴയൊക്കെ എന്തായാലും കിട്ടി? മഴ ഒരു 10 മഴയ്ക്ക് മുകളിൽ കിട്ടി. നല്ല മഴയായിരുന്നു. അപ്പോൾ ഏലം മേഖല എന്ന് പറയപ്പെടുന്ന നമ്മുടെ വണ്ടമേടിനെയൊക്കെ തോപ്പിക്കുന്ന രീതിയിലേക്ക് ഈ മേഖലയിൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഈ ഉൽപ്പാദനം നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളും അതിൻ്റെ ഇതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ കായ ഉണ്ടായിരിക്കുന്നത് അല്ലേ? അതെ അല്ലേ? ചേട്ടൻ്റെ വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഒരു തോട്ടത്തിൽ നടത്തുന്നത്? ഞാൻ ഈ ഒരു കൊല്ലം ആരംഭത്തിൽ കുമ്മായം സൾഫറും കൂടി ഇട്ടു. അത് കഴിഞ്ഞ് വളം കലക്കി ഒഴിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമതും വളം കലക്കി ഒഴിച്ചു. ഇനി വേരുപുഴുവിന് മരുന്നൊഴിക്കാനുള്ള തയ്യാറെടുപ്പ് നിൽക്കുന്നു. പണിയൊക്കെ ആരൊക്കെ കൂടെ നടത്തുന്നത്? ഞാനും ഭാര്യയും ബാക്കി കുറച്ച് ഈ അയലൊക്കത്തുള്ള ഒരു 3-4 പെണ്ണുങ്ങളും അങ്ങനെ പണി നടത്താറുണ്ട്. ഇതിപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു മണിയാറൻകുടി പ്രദേശത്ത് ഏലകൃഷി കൊണ്ടുവന്ന ആദ്യത്തെ വ്യക്തികളൊന്നായിരിക്കും അല്ലേ? അതെ, ഏറ്റവും ആദ്യം ഇവിടെ ഞാനാണ് കൃഷി തുടങ്ങിയത്. കാരണം പൊതുവെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ അങ്ങനെ ഏലകൃഷി ഉണ്ടെന്ന് പുറംലോകത്തിന് അറിയത്തില്ല. അതാണ് നമ്മളിവിടെ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ. നമ്മുടെ ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഏലകൃഷി ഇല്ല എന്നാണ് മറ്റുള്ളവരുടെ ധാരണ. പക്ഷേ 100% വിളവ് ലഭിക്കുന്ന ഏലത്തോട്ടങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പുറംലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പൊതുവെ ഏലകൃഷി പറ്റി ഇപ്പം നിലവിലുള്ള ഒരു അഭിപ്രായം എന്താണ്? എനിക്ക് ഏലകൃഷിയെ പറ്റി നല്ല അഭിപ്രായമുള്ളത്. വില കാര്യങ്ങൾ കഴിഞ്ഞ കൊല്ലം നല്ല വില കിട്ടി. ഒരു 300 രൂപ താഴെ പോരാണ്ടെന്ന് വെച്ചാൽ മതി, കൃഷിക്കാരന് മുതലാകും. പച്ചക്കറി വിലയായി 300 രൂപ പറഞ്ഞ് 300 രൂപയ്ക്ക് മുകളിലേക്ക് പോയാൽ മതി. ഏലകൃഷിക്കാരന് ഒരു 40% പൈസ നമുക്ക് കഷ്ടപ്പാടിൻ്റെയും പറമ്പിൻ്റെ എല്ലാം കൂടെ കിട്ടും. പിന്നെ വളത്തിനും മരുന്നിനും വില കൂടുതലാണ്. ഇപ്പോൾ ഏലത്തിന് വില കൂടുന്നതനുസരിച്ച് വളത്തിനും മരുന്നിനും വില കൂടുന്നുണ്ട്. പക്ഷേ ഏലത്തിൻ്റെ വില കുറയുന്നതിനനുസരിച്ച് വളത്തിൻ്റെയും മരുന്നിൻ്റെയും വില കുറയുന്നില്ല. അതൊരു മറ്റൊരു പ്രശ്നമാണ്. അതെ, അതൊരു ശരിക്കും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ ഒരു വർഷം കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ഒരു 15 ലക്ഷം രൂപയുടെ കാ കൊടുത്തു. കഴിഞ്ഞ കൊല്ലം എന്നാ ചില ഒരു 9 ലക്ഷം രൂപയുടെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം വിളവ് വളരെ മോശമായിരുന്നു, മഴയില്ലായിരുന്നു. ഈ കൊല്ലം ഒരു 10-15 ലക്ഷം രൂപയുടെ കാ കിട്ടുമായിരിക്കും. നമുക്കിവിടെ സ്റ്റോറുണ്ടോ? സ്റ്റോറില്ല. ഉണക്കാക്ക കിട്ടുന്നതനുസരിച്ച് ഉണക്കാക്ക എന്തോരമായിരിക്കും? ഉണക്ക എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ പച്ചക്ക കൊടുക്കണുള്ളൂ. ഏത് സ്റ്റോറിൽ കൊണ്ടുവന്നാലും അവർ ഉണക്കാ വാരും, പലക്കാ വാരും. പലക്കാ വാരി കഴിഞ്ഞിട്ട് അവരുടെ തൂക്കം ഒപ്പിച്ച് കാ നമുക്ക് തന്നു കൊടുക്കും. നമ്മൾ കൊണ്ടുപോയി അവർ കൊണ്ടുപോയാൽ വില 500 രൂപ 600 രൂപ കൂടുതൽ, ഞങ്ങൾ കൊണ്ടുപോയാൽ 500 രൂപ 300 രൂപ പുറകിൽ. അതൊരു വലിയ എല്ലാ സ്റ്റോറുകാരും കാവാരും. ഞങ്ങൾ ഇവിടെ വന്ന് തോട്ടം കണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിർദ്ദേശം തന്നത് ഇഷ്ടപ്പെട്ടു. എങ്ങനെയായിരുന്നു ഞങ്ങളുടെ സർവീസ്? നിങ്ങളെ നല്ല കേടുപാടുകളൊക്കെ പറഞ്ഞു തന്നു. ചേട്ടന് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ അല്ലേ? ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ ഇനി തൊട്ട് എല്ലാ മാസവും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്ന സമ്മതമാണോ? സമ്മതമാണ്. കാരണം നമ്മുടെ സർവീസുകൾ കൃത്യമായിട്ട് നമ്മുടെ കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മൾ എല്ലാ തോട്ടങ്ങളും അപ്ഡേറ്റ് ചെയ്ത് കയറി ഇറങ്ങിയാണ് നമ്മുടെ സർവീസ് നമ്മൾ നടത്തുന്നത്.